ഇപ്പോൾ ഒന്ന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിലും ചോദിച്ചല്ലോ. അതിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ് ഇതാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ് ഇതാണ്. നമ്മുടെ നടരാജ തത്വത്തിൽ താഴെ നിങ്ങൾ ഇതുവരെ നോക്കിയ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരഹ, അനാഗതത്തിലുള്ള ഡെയ്റ്റീസ് മീൻസ് സ്പിരിച്വൽ എനർജി സെഗ്മെൻറ്റ്സ്. ടോട്ടൽ ഓഫ് 9, അതിങ്ങനെ 9 ചേർന്നിട്ടാണ് ടോട്ടൽ ശിവം. ശിവം എന്ന് പറയുന്നത് അത് ടോട്ടൽ എനർജി ഫോമാണ്. ശരി, റൈറ്റ്. ഇപ്പോൾ ഇത് ഫിസിക്കൽ. ഇവിടെയാണ് വിശുദ്ധിയിലാണ് അരൂപരൂപം എന്നൊന്നിരിക്കുന്നു. അരൂപരൂപം എന്ന് വെച്ചാൽ 50% ഫിസിക്കൽ ആൻഡ് 50% ആസ്ട്രൽ. വിശുദ്ധിൻ്റെ മുകളിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് അരൂപമാണ്. ഇപ്പം വിശുദ്ധിയുടെ മേലെ കംപ്ലീറ്റ് അരൂപം എന്ന് വെച്ചാൽ ബിന്ദു, നാദം, പരബിന്ദു, പരനാദം. ഇത് കണ്ണിൽ കാണാൻ പറ്റാത്തതാണ്. വിശുദ്ധിയുടെ മുകളിലാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഈ മരണമെന്നൊന്നും ഇല്ല, നമ്മളങ്ങനെ പറഞ്ഞു വെച്ചിട്ടില്ല. ദി ആസ്ട്രൽ ബോഡി എക്സിറ്റിംഗ് ഫ്രം ദി സെപ്പറേറ്റഡ് ഫ്രം ദി ഫിസിക്കൽ ബോഡി എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്നതിന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ലേ? ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിലെന്തെന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡി ആൻഡ് ആസ്ട്രൽ ബോഡി കളത്തിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. എന്തോന്ന്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പിടിവിടുമ്പോഴാണ് ആസ്ട്രൽ ബോഡി ഫിസിക്കൽ ബോഡിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നവർ എങ്ങനെ ചെയ്യുന്നത്? കളത്തിലല്ലേ കയറിടുന്നത്. കാലിൽ കയറിയിട്ട് തലകുത്തറ നിന്നാൽ ചാവുമോ? എന്തായിരുന്നു അപ്പോൾ അവിടെയാണ് അവിടെ വിശുദ്ധി ഡിസ്കണക്റ്റിംഗ് പോയിൻറ്റ്, കണക്റ്റിംഗ് ആൻഡ് ഡിസ്കണക്റ്റിംഗ് പോയിൻറ്റ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ നിന്നാണ് അങ്ങനെ എക്സ്പാൻഡ് ആവുന്നത്. എന്തോന്ന്? വിശുദ്ധിയിൽ നിന്നാണ് ആസ്ട്രൽ ബോഡി ഇങ്ങനെ എക്സ്റ്റെൻഡായി അത് ഒരു പർട്ടിക്കുലർ ലെവൽ പോയാണ് ഫിസിക്കൽ ബോഡിയിൽ നിന്ന് കട്ടായി ഇത് പോകുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ആ സമയം അപ്പോഴാണ് ആക്ച്വൽ ജ്ഞാനം കിട്ടും. ഓ ഇതാണല്ലോ ശിവൻ, നമ്മളെ ആത്മാവ്, നമുക്ക് ഒരു മുക്തി കിട്ടാൻ വേണ്ടിയുള്ള ചാൻസ് തന്നായിരുന്നു, നമ്മളത് മിസ് ചെയ്തല്ലോ ഭഗവാനെ, ഇനി അടുത്ത ജന്മെങ്കിലും നല്ല ഇത് തരണമെന്ന് അപ്പോഴാണ് ചോദിക്കുന്നത്. ഈ ഫിസിക്കൽ ബോഡിയിൽ ഇരിക്കുന്നവരെ ഇതെന്ന് വെച്ചാൽ ഫിസിക്കൽ ബോഡി നിങ്ങൾക്ക് ഉപാധി എന്ന് വെച്ചാൽ ഗിവിങ് റെസിസ്റ്റൻസ്. നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം നിത്യമല്ല, ഒരു കാലത്ത് എല്ലാവരും ഒരു പീരീഡ് കഴിയുമ്പോൾ ഈ ലോകത്തോട്ട് പോകണം. എന്നാലും നമുക്ക് അടുത്ത തോട്ടത്തെ വാങ്ങണം, വിലയ്ക്ക് എന്ത് വില കൊടുത്താലും വാങ്ങണം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് അവർ പോകുമ്പോൾ ഇത് ഹംസൻ്റെ ഇതിൽ കൃഷ്ണ വെച്ചാൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. അടി കൊടുത്തപ്പോൾ ആസ്ട്രൽ ബോഡി പിരിയുമ്പോൾ ആൾ മനസ്സിലാവുന്നു, ഓഹോ മഹാവിഷ്ണു അന്ന് പഴയ ഇതൊക്കെ വരുന്ന കൈയെടുത്ത് കുമ്പിടുന്നു. ഓക്കെ, റൈറ്റ്. ഇതേമാതിരിയാണ് എല്ലാവർക്കുമുള്ള അനുഭവമാണ്. അപ്പോൾ ഇത് പോകുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഓഹോ ഇതാണല്ലോ എന്നുള്ള ഇത്. അപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കേരളത്തിലുള്ള ശിവാനന്ദ സ്വാമി, വാസിയോഗ എന്ന ശിവാനന്ദ സ്വാമി ഇങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കയറിയിട്ട് സൂയിസൈഡ് ചെയ്തപ്പോൾ അത് ബോഡി എക്സ്റ്റെൻഡ് ആൻഡ് അബൌട്ട് ടു എക്സിറ്റ് ദിസ് ഫിസിക്കൽ ബോഡി. ആ ടൈമിൽ ഓടിപ്പോയി രക്ഷപ്പെടുത്തി കളഞ്ഞു. രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങേര് അങ്ങനെ വിഗ്രഹം മാതിരി ഇരിക്കുകയാണ്. എന്തോന്ന് ആലോചിച്ചുകൊണ്ട് നേരത്തെ നമ്മളിത് കണക്റ്റായല്ലോ, ആക്ച്വലി ആസ്ട്രൽ വേൾഡിൽ കണക്റ്റായി. പക്ഷേ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തിരിച്ചു വന്നത് കൊണ്ട് അങ്ങേര് അതല്ലേ റിയാലിറ്റി, അതാണ് റിയാലിറ്റി. മനസ്സിലായ? ആസ്ട്രൽ വേൾഡാണ് റിയാലിറ്റി. യു ആർ നോട്ട് ദാറ്റ് ഫിസിക്കൽ ബോഡി. ആസ്ട്രൽ ബോഡിയിലിരിക്കുന്ന എല്ലാ എനർജിയുടെ ബണ്ടിലാണ് ആക്ച്വൽ യുവർസൽ ആത്മാവും അതിലാണ് ഇരിക്കുന്നത്. അതും മനസ്സിലാക്കി. അപ്പോൾ ലിബറേഷനാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അങ്ങേര് അത് തേടാൻ തുടങ്ങി. എന്തോന്ന് സോ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതെന്ന് വെച്ചാൽ വെൻ ദീസ് എനർജി എക്സ്പാൻസ് ഫ്രം ദീസ് വിശുദ്ധി യു വിൽ ഗെറ്റ് നോളജ്. അത് മതി. അതിനുവേണ്ടി തൂക്കിടമൊന്നും വേണ്ട, ചാവൊന്നും വേണ്ട. ഇവിടെ എക്സസൈസ് ഉണ്ടല്ലോ, ആസ്ട്രൽ എക്സ്പാൻഷൻ എക്സസൈസ് ഉണ്ട്. അത് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡിവൈൻ നോളജ് കിട്ടും. അത് എപ്പോൾ കിട്ടും? 7 feet ക്രോസ് ചെയ്യുമ്പോൾ കിട്ടും. എന്തോന്ന്?
ഇപ്പോൾ 4.5 അടി വന്ന് വരുന്ന അവിടെ ഫിസിക്കൽ ഹെൽത്ത് എന്താണ്, അതേസമയം അത് വന്ന് 7 ഫീറ്റ് ക്രോസ് ചെയ്യുമ്പോൾ സ്പിരിച്വൽ യു വിൽ ബി കണക്റ്റഡ് വിത്ത് ദി ആസ്ട്രൽ വേൾഡ്. അത് വെച്ചിട്ടാണ് ചില കുറി പറയുന്നത്, അത് പറയുന്നത് തേർഡ് ഐ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് വേണം. 10 അടി ക്രോസ് ചെയ്യുമ്പോൾ യു വിൽ ബിക്കം വൺ വിത്ത് ശിവ. എന്നാൽ മരിക്കില്ല. ഇപ്പോൾ എനിക്ക് കിലോമീറ്റർ കണക്കിന് ആസ്ട്രൽ ബോഡി ഇത് വെച്ചാൽ കാണുന്നു. ദാറ്റ് അവിടെ വി ആർ ഇൻസൈഡ് ദാറ്റ് എനർജി. നമുക്ക് വന്ന് ആ എനർജി വന്ന് എപ്പോഴും കണക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫിസിക്കൽ ബോഡി എപ്പോൾ ഡ്രാപ്പായാലും മുക്തിയാണ്. അതിനുള്ള ഇത് അപ്പോൾ ഇത് ഞാൻ ഒരു യൂട്യൂബിൽ പറഞ്ഞ്, പക്ഷേ ഒരു ഡോക്ടർ വന്ന് ആൾറെഡി അങ്ങേര് ഡോക്ടർ രജി ഫ്രം കാക്കനാട് കേരള, അങ്ങേര് ഇത് ഡയഗ്നോസിനും ട്രീറ്റ്മെൻറ്റിനും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 4.5 ഇരുന്നാൽ പെർഫെക്റ്റ് ഹെൽത്ത്, അത് ഇപ്പോൾ 7 എന്ന് വെച്ചാൽ സ്പിരിച്വൽ എനർജി, 10 എന്ന് വെച്ചാൽ ഡിവൈൻ എനർജി ഇവിടെ കണക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആൾറെഡി ഈ 4 ഇത് വെച്ച് RO സ്കാൻ വരുന്ന പേഷ്യൻ്റൊക്കെ RO സ്കാനർ വെച്ച് അളന്ന് നോക്കും. 4 അടി ഇരുന്നാൽ ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് ലൈറ്റ് ഡോസ് ഇതാ കൊടുക്കും. അത് ഒന്ന് 3 അടി കുറവായിരുന്നാൽ ക്രോണിക്. ഇങ്ങനെ എന്തെന്ന് വെച്ചാൽ എന്നെ അവിടെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാൻ. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി 2 ദിവസം. അപ്പോൾ എൻ്റെ RO അളന്ന് നോക്കി അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഞാനും ഇങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ഇത് യൂസ് ചെയ്യാണ്. പേഷ്യൻ്റ് വരുമ്പോൾ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അവർക്ക് ക്രോണിക് ആണോ, അവർക്ക് ഹാഫ് ഡോസ് മതിയാ, ഇല്ലെങ്കിൽ ചെറിയ ഒരു ഇതാണോ എന്ന് പറഞ്ഞ് അതിനെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ MBBS ഇല്ലാതെ ഇപ്പോൾ ഈ ഇതിൽ മാറി, എനർജി ഹീലിങ്ങിലും മാറി. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് സ്റ്റാർട്ട്സ് വിത്ത് വിശുദ്ധി. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? മുകളിലോട്ട് ആജ്ഞയിൽ പോയാലും സഹസ്രാരത്തിലും ഗുരുമണ്ഡലത്തിലും നിരാധാരം പരമാണെന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്തെന്ന് ആസ്ട്രൽ എനർജി. അപ്പോൾ ദിസ് ഈസ് ദി സ്റ്റാർട്ടിങ് പ്ലേസ് ഫോർ ബ്ലിസ്. അപ്പോൾ വാട്ട് ഈസ് ബ്ലിസ് എന്ന് പറഞ്ഞാൽ അത് ആസ്ട്രൽ ഹാപ്പിനെസ്. നിങ്ങളിപ്പോൾ ഒരു ആഹാരം കഴിക്കുമ്പോൾ വരുന്ന ബ്ലിസ് എന്ന് പറയുന്നത് ഫിസിക്കലല്ലേ. നിങ്ങളുടെ നാക്ക്, വെള്ളം, ഓബ്ജക്റ്റ് മൂന്നും ഒന്ന് ചേരുമ്പോഴാണ് അത് സുഖാനുഭവിക്കുന്നത്. വേറെ അതേമാതിരി ലൈംഗിക ഇതെന്ന് വെച്ചാൽ 2 ഫിസിക്കൽ ബോഡി ഒന്ന് ചേരണം, അങ്ങനെ ഇതല്ലേ വരുന്നത്. ഇതങ്ങനെയല്ല. വിതൗട്ട് ഇതിൽ വരുന്ന ഇൻകം മറ്റ് ഫിസിക്കൽ ബോഡിയിൽ വരുന്നതെക്കാട്ടിലും 1000 ടൈംസ് ബെറ്റർ. അതുകൊണ്ടാണ് ഇതിന് പേരാനന്ദം എന്ന് പറയുന്നത്. ബ്ലിസ് ഈസ് പേരാനന്ദം, ഹാപ്പിനെസ് ഈസ് ഓർഡിനറി ആനന്ദം, ആൻഡ് ബ്ലിസ് ഈസ് ഇതും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലോട്ടിങ് സെൻസേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾ ആസ്ട്രൽ ബോഡി ഫ്ലോട്ടാകാൻ തുടങ്ങി. അതായത് ഈ ഫിസിക്കൽ ബോഡിയുടെ പിടിയിൽ നിന്ന് വിട്ടു. ഫിസിക്കൽ ബോഡി ആസ്ട്രൽ ബോഡി ഇരിക്കുമ്പോൾ ആസ്ട്രൽ ബോഡി ഈസ് ബൗണ്ട് ഡൗൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ പുൾ. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് വിടുപെട്ടപ്പോൾ അത് ഫ്ലോട്ടിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചന്ദ്രനിൽ ഫ്ലോട്ടിങ് അല്ലേ, അവിടെ ഗ്രാവിറ്റേഷൻ പുള്ളിൽ പോകുന്നവരൊക്കെ അങ്ങനെ പറന്നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാവുന്നത്. സോ ഇത് എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ഫ്രം വിശുദ്ധി. അപ്പം നിങ്ങൾ ആജ്ഞയിൽ പോയാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഒരു ട്യൂബിൻ്റെ അകത്ത് പോയാൽ മാതിരി ഇരുന്നു, അതൊക്കെ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ലേ. ആക്ച്വലി ദാറ്റ് ഈസ് ദി പെർമനൻറ്റ് ആസ്ട്രൽ വേൾഡ്. യു ആർ തിങ്കിങ് ദാറ്റ് യുവർ ബോഡി ഈസ് ലിമിറ്റഡ്. ഇതൊക്കെ ഇതാണ് മായ ശൈവ സിദ്ധാന്തത്തിൽ. മായ അപ്പോൾ ഇത് മായ, അത് റിയാലിറ്റി. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, അതാ മായ എന്ന് വിചാരിച്ച് ഇത് റിയാലിറ്റി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായ ആസ്ട്രൽ വേൾഡാണ് നിങ്ങൾക്ക് വന്ന്